ഇതിൽ കൃത്യമായിട്ട് ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് എടുത്ത തീരുമാനം നമ്മൾ എന്താ പറയുക, ഇതൊരു ഒരു ഒരു സെൻട്രൽ ലെജിസ്ലേഷൻ ആണ്. സത്യം നമുക്ക് എല്ലാവർക്കും ഇത് സെൻട്രൽ ലെജിസ്ലേഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ട് ഈ സംഭവം ഇത് ഈ പറയുന്ന ട്രേഡ് യൂണിയനുകളുമായി സംസാരിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടത്തും. നമുക്ക് ഒരു 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 ഡെക്കോറം, എന്ത് കാര്യത്തിനും അതിന്റെ മേളിൽ ഒരു പവർ വേണം, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ മേളിൽ എന്ത് വേണം, അതിനൊരു കൺട്രോളിംഗ് സിസ്റ്റം വേണം. ആ സിസ്റ്റത്തിന്റെ അകത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ച പോലെ കേരളത്തിൽ പ്രഖ്യാപിക്കുക അതല്ല. എടുത്ത നിലപാട് കൃത്യമാണ്. എടുത്ത നിലപാട് എന്താണ്? ട്രേഡ് യൂണിയനുകളുമായി സംസാരിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നിയമം ഉണ്ടെങ്കിൽ ശരിയാണ്, പക്ഷെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് നിയമം ഇല്ലാത്തടത്ത് ട്രേഡ് യൂണിയനുമായി സംസാരിച്ചുകൊണ്ട് എന്ത് നടത്തും, അവർക്ക് കൂടെ ഫീസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളതാണ് UDF-ന്റെയും മന്ത്രിസഭാ യോഗത്തിന്റെയും തീരുമാനം. അരുൺ, നേരത്തെ ബേസിൽ സംസാരിച്ചത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ബേസിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതേ വാദങ്ങൾ ആവർത്തിക്കലാണ്. പക്ഷേ അതിന് അദ്ദേഹം പറഞ്ഞത് അതിന് ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തും. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആദ്യം തന്നെ തീരുമാനം വന്നു, ലേബർ കോഡ് നടപ്പാക്കാൻ പോകുന്നു. പക്ഷേ ബേസിൽ പറയുന്ന തരത്തിൽ ട്രേഡ് യൂണിയനുകളുമായി കേരളത്തിൽ ചർച്ച ചെയ്താൽ മോദി സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിലൊന്ന് സംഭാവന ചെയ്യാൻ VD സതീശൻ സർക്കാരിന് കേരളത്തിൽ കഴിയുമോ, സാധ്യമാകുമോ? അവിടെയും ഒരു സംശയം വരുന്നത്, ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പക്ഷേ മുഖ്യമന്ത്രി ലേബർ കോഡിനെ ശക്തിയുക്തം എതിർത്ത് വിമർശിച്ചുകൊണ്ട് ഈ ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് പക്ഷേ നടപ്പാക്കാൻ തങ്ങൾ നിർബന്ധിതരാകുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ലേബർ കോഡിനെ ആ നിലയിൽ അദ്ദേഹം വിമർശിച്ചിട്ടുമില്ല. പക്ഷേ ബേസിൽ പറയുന്നത് പോലെ അങ്ങനെ സംസ്ഥാനത്തിനകത്ത് തൊഴിലാളി താല്പര്യങ്ങൾ പാലിച്ചുകൊണ്ട് മോദിയുടെ ലേബർ കോഡിൽ നിന്നും വ്യത്യസ്തമായി ഒരു VD സതീശൻ ലേബർ കോഡ് വരും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ, പ്രതീക്ഷിക്കാമോ? നേരത്തെ നമ്മുടെ മുന്നിൽ കുറച്ച് മാസങ്ങളായിട്ട് ഈ വിഷയം വളരെ ലൈവായിട്ടുണ്ട്. 2025 നവംബർ മാസം 21-നാണ് ലേബർ കോഡ് നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു നോട്ടിഫിക്കേഷൻ കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ട്രേഡ് യൂണിയനുകൾ രാഷ്ട്രീയ നിറവ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് പ്രത്യക്ഷമായിട്ട് സമരത്തിന് BMS ഇറങ്ങിയില്ലെങ്കിലും അവരുടെ മാനസികമായിട്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം പല ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ്. പല ഘട്ടത്തിലും BMS-ഉം പ്രതിഷേധമായിട്ട് രംഗത്തിറങ്ങുന്നത് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ട്രേഡ് യൂണിയനുകൾ കേരളത്തിൽ മുന്നോട്ട് പോയത്. ആ സമയത്ത് തൊഴിൽ വകുപ്പ് മന്ത്രി എല്ലാ ട്രേഡ് യൂണിയന്റെയും യോഗം വിളിച്ചു. ട്രേഡ് യൂണിയന്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ കേരളം ബദലുകൾ സൃഷ്ടിക്കണം. കാരണം കേന്ദ്ര നിയമമാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഭരണഘടനാപരമായി അതിൽ ചില അധികാരങ്ങളുണ്ട്. കൺകറന്റ് ലിസ്റ്റിലാണുള്ളത്. സംസ്ഥാനത്തിന്റെ ഒരു അഭിപ്രായത്തെ പൂർണ്ണമായിട്ട് തള്ളാൻ കഴിയില്ല. ആ സമയത്താണ് സുപ്രീം കോടതിയിലെ തന്നെ ജസ്റ്റിസ് ഗോപാല ഗൗഡയെ അധ്യക്ഷനായിട്ട് ഒരു സമിതിയെ വെച്ചത്. അത് കേരളത്തിലെ എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും ആവശ്യപ്രകാരം തന്നെയാണ്. ഒരു നിയമ വിദഗ്ധനെ തന്നെ, ഒരു സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് റിട്ടയറായ ജഡ്ജിയെ തന്നെ ഈ വിഷയം പഠിക്കണം. കേന്ദ്ര നിയമമാണ്, എന്തെല്ലാം കേരളത്തിന് ചെയ്യാൻ കഴിയും. അതിൽ പ്രധാനമായും 3 ശുപാർശകളാണ് വന്നത്. ഒന്ന്, തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാന നിയമസഭയ്ക്ക് സ്വന്തം നിലയിൽ നിയമ ഭേദഗതി വരുത്താം എന്ന് ഗോപാല ഗൗഡ കമ്മിറ്റി കണ്ടെത്തി. അതായത് കേന്ദ്രം നിയമം പാസാക്കിയാലും സംസ്ഥാന നിയമസഭയ്ക്ക് തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ സ്വന്തം നിലയിൽ നിയമ ഭേദഗതി വരുത്താം. രണ്ടാമത്തെ കാര്യം, സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് മതിയായ വേതനവും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇൻഫോർമൽ വർക്കേഴ്സ് ബില്ലിന്റെ മാതൃകയിൽ പുതിയ നിയമനിർമ്മാണം നടത്താം എന്ന് ശുപാർശ ചെയ്തു. സെപ്പറേറ്റ് നിയമനിർമ്മാണം തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ മതിയായ വേതനം ഉറപ്പുവരുത്താൻ കേരളത്തിന് നടത്താം, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നടത്താം. അതോടൊപ്പം തന്നെ കേന്ദ്ര ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾക്കെതിരെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ കേരളത്തിന് കഴിയും എന്ന 3 പ്രധാനപ്പെട്ട ശുപാർശ ഉൾപ്പെടെ മാർച്ച് മാസം അവസാനം സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തു റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് യോജിച്ച പഠനം നടത്തി എല്ലാ മേഖലയിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കേട്ട്, പ്രത്യേകിച്ച് തൊഴിലാളികളെയും ജീവനക്കാരെയും മാനേജ്മെന്റിനെയും എല്ലാവരെയും കേട്ട് എടുത്തൊരു ശുപാർശയാണ്. ഈ ശുപാർശ മേശപ്പുറത്തിരിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും ട്രേഡ് യൂണിയനായിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ലേബർ കോഡ് നടപ്പാക്കും, ഇനി ഒന്നും നടപ്പാക്കാൻ കഴിയില്ല. എന്തേ നവംബർ മാസം 21-ന് കേന്ദ്ര ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ ആ ഗവൺമെന്റ് പോകുന്നത് വരെ LDF ഗവൺമെന്റ് ഇത് നടപ്പാക്കാത്തത്? ഇപ്പൊ വഖഫ് നിയമ ഭേദഗതിയും ബില്ലും നിയമവും ചർച്ചയാണല്ലോ. അതിൽ എന്തുകൊണ്ടാണ് അമുസ്ലിങ്ങളെ 2 പേരെ ഉൾപ്പെടുത്താത്തത്? ഉൾപ്പെടുത്തില്ല എന്ന് തന്നെ വച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്തി കൃത്യമായിട്ട് നടപ്പാക്കിയത് എന്താണ്? സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയതും അതിൽ താൽക്കാലികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ സ്റ്റേ കിട്ടിയതും ഈ ഒക്ടോബർ മാസത്തിൽ അതിന്റെ ഫൈനൽ ഹിയറിംഗിന് വച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ബദലുകൾ സൃഷ്ടിക്കുകയല്ലേ ചെയ്തത്? ഒരു മതത്തിന്റെ കാര്യങ്ങളിൽ മറ്റു മതത്തിൽപ്പെട്ടവർ ഉൾപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വഖഫ് പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ് നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു.
അത് നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടവ ചെയ്യാതെ അത് ഗ്യാപ്പ് ഇടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പല ഘട്ടങ്ങളിലും കേന്ദ്രം നിയമം നിർമ്മിക്കുമ്പോൾ ബദലുകൾ തേടുകയും നിയമപരമായി ചെയ്യാൻ കഴിയുന്ന ഭരണഘടനയുടെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിരവധി മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്ത ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇത് വി ഡി സതീശൻ ഒരു തരത്തിലും പഠിക്കാതെ ലേബർ കോഡ് നടപ്പാക്കും എന്ന് പറയുകയും മറ്റു മാർഗങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും പോയി ആ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയറായ ഗോപാലഗൌഡ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലെ ശുപാർശ എന്താണ്, എന്തൊക്കെയാണ് സംസ്ഥാന നിയമസഭയ്ക്ക് ചെയ്യാൻ കഴിയുക, എന്തൊക്കെയാണ് സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക, എന്തൊക്കെയാണ് നിയമപരമായിട്ടുള്ള പോരാട്ടം തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചുള്ള ആ റിപ്പോർട്ടിലെ പരാമർശങ്ങളെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ശുപാർശയെങ്കിലും ഒന്ന് നോക്കണം എന്നതാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാതെ അത് നോക്കിയതിന് ശേഷം വേണം അടുത്ത ബുധനാഴ്ച പത്രസമ്മേളനം നടത്താൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.